ഇനി നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വറുക്കാത്ത സാധാരണ റവയാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് റവ എടുക്കുമ്പോൾ ഇതിലേക്ക് നിങ്ങൾ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടി ചേർക്കണം. ആ ഗോതമ്പ് പൊടി ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ റവ മാത്രം ചേർത്തിട്ട് പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പുട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പുട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ പുട്ട് പൊടിഞ്ഞു പോകും. റവ മാത്രം ചേർത്തിട്ടുണ്ടെങ്കിൽ പുട്ടിന് ആവശ്യത്തിനുള്ള പശിമ കിട്ടില്ല. അപ്പൊ പുട്ടിന് പശിമ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി കൂടി ചേർക്കുന്നത്. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ 1 കപ്പ് റവയ്ക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചേർക്കാം. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ പുട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും വേണം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ പുട്ടാക്കാന്ന്. ഈ പുട്ടിന്റെ പൊടി നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. അതിന് മുമ്പായിട്ട് ഈ പുട്ടിലേക്ക് നമ്മൾ ഒഴിക്കണം ഈ വെള്ളത്തിൽ വേണം ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കാം, ഉപ്പ് കറക്റ്റാണോ എന്ന്. അത് പുട്ട് നിങ്ങൾ എപ്പോഴും നനച്ചെടുക്കുമ്പോഴായിരുന്നാലും അതേപോലെ വെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന വെള്ളത്തിൽ ഉപ്പ് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. അപ്പോൾ കറക്റ്റ് ഉപ്പ് പുട്ടിൽ കറക്റ്റായിട്ട് വരും. ഇതിലേക്ക് 1 കപ്പ് റവ ചേർക്കാം. ഞാനിവിടെ വറുക്കാത്ത സാധാരണ റവയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർക്കാം. ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിൽ നിന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ പുട്ടിൻ്റെ പൊടി ഒന്ന് നനച്ചെടുക്കാം. അപ്പോൾ പുട്ടിൻ്റെ പൊടി നനച്ചെടുത്തിട്ടുണ്ട്. ഈ പുട്ടിൻ്റെ പൊടിയുടെ കറക്റ്റ് നനവ് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പൊടിയിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് പൊടി ഇങ്ങനെ നനച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഉരുട്ടുമ്പോൾ അതിങ്ങനെ ഉരുള പോലെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. എന്നിട്ട് നമ്മളിങ്ങനെ പൊടിച്ചിടുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോവുകയും വേണം. അതാണ് പുട്ടിൻ്റെ പൊടിയുടെ കറക്റ്റ് അളവ്. അത് നിങ്ങൾ എന്ത് പുട്ടുണ്ടാക്കുമ്പോഴായിരുന്നാലും ഇതേപോലെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി നോക്കാം. ഈ പൊടി എന്തെയ്യാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഈ കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടും. വലിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ റെഡിയായി കിട്ടും. ചെറുതിലേക്ക് ഇടുകയാണെങ്കിൽ അതിങ്ങനെ സൈഡിലേക്ക് കട്ട പിടിച്ച പോലെ ഇരിക്കും. അപ്പോൾ ഇത് നല്ല കട്ടയ്ക്ക് ഉടഞ്ഞിട്ട് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് പുട്ടുണ്ടാക്കാം. ഈ പുട്ടുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടിയും ചേർക്കുക. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ നെയ്യുടെ ടേസ്റ്റ് നല്ല ഇഷ്ടമായിരിക്കും. നെയ്യും കൂടിയും ചേർത്തിട്ട് പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല രസമായിരിക്കും. ഞാൻ ഇടയ്ക്ക് വീട്ടിൽ അതിന് ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ആ നെയ്യുടെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് നെയ്യും കൂടിയും ചേർത്തിട്ട് ഈ പൊടി നിങ്ങൾ നനച്ചെടുക്കുന്ന സമയത്ത് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കണ്ണയുടെ ഉള്ളിലേക്ക് ഏറ്റവും ആദ്യം തേങ്ങ ഇടണം. അത് നിങ്ങൾ എപ്പോൾ പുട്ടുണ്ടാക്കുമ്പോഴായിരുന്നാലും ഏറ്റവും ആദ്യം തേങ്ങയാണ് ഇടേണ്ടത്. തേങ്ങയ്ക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാനിവിടെ ഇതേപോലത്തെ 2 ചെറിയ പിടിയാണ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് പൊടി ചേർക്കുക. പൊടി ചേർക്കുമ്പോൾ ഇതേപോലെ സ്പൂൺ കൊണ്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ താഴെയൊന്നും ഒട്ടും പോവില്ല. ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം 3 ടേബിൾ സ്പൂൺ പൊടിയാണ് ചേർത്തതെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമതും ചേർക്കുമ്പോൾ അത്രയ്ക്ക് തന്നെ ചേർത്ത് പോവാം. ഈ തേങ്ങ ചേർക്കുക. ഒരു ട്രിപ്പ് ഏറ്റവും ആദ്യം തേങ്ങ ചേർക്കുക, അത് കഴിഞ്ഞിട്ട് പൊടി ചേർക്കുക, അത് കഴിഞ്ഞിട്ട് തേങ്ങ ചേർക്കുക. അങ്ങനെ മാറി മാറി ചേർക്കുക. പിന്നെ പുട്ടിൻ്റെ പൊടി നിങ്ങൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ സ്പൂൺ വെച്ചിട്ട് അമർത്തി കൊടുക്കരുത്. അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആവി വരാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. ഇതിങ്ങനെ മൂടി വയ്ക്കുക. ഈ പുട്ട് വേവിച്ചെടുക്കുക. പുട്ട് നിങ്ങൾ വേവിച്ചെടുക്കുമ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലേക്ക് പുട്ടുംകുടത്തിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ടാണ് പുട്ട് വേവിച്ചെടുക്കുന്നത്. ഞാനിവിടെ എൻ്റെ അടുത്ത് പുട്ടുംകുടം ഇല്ലാത്തതിനും ഞാനിവിടെ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിൻ്റെ മുകളിൽ നിന്ന് ആ വിസിൽ മാറ്റിയിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇത് വെക്കുന്നത്. ഇതിൻ്റെ അടിയിലായിട്ട് ഒരു ഓട്ടയുണ്ട്. അപ്പോൾ ഓട്ട ആ കുക്കറിൻ്റെ ആ വിസിലിൻ്റെ ആ സ്റ്റീം വരുന്നതിൻ്റെ ഉള്ളിൽ നിൽക്കണം. അത് കറക്റ്റായിട്ട് ആ സ്റ്റീം വരുന്നതിൻ്റെ ഉള്ളിൽ ഈ കണ്ണയുടെ ഓട്ട നിൽക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റീം പോവുള്ളൂ. ഈ പുട്ട് റെഡി ചെയ്ത് അറിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടപ്പൻ്റെ മുകളിൽ ഇങ്ങനെ ഓട്ട ഉണ്ടാവും. അതിൻ്റെ മുകളിൽ കൂടെ നന്നായിട്ട് സ്റ്റീം വരും. അത് ഏറ്റവും ആദ്യം സ്റ്റീം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 2-3 മിനിറ്റും കൂടി നന്നായിട്ട് സ്റ്റീം വരണം. എന്നാൽ മാത്രമേ പുട്ട് വേവുള്ളൂ. അത് ഏറ്റവും ആദ്യം സ്റ്റീം വരുമ്പോൾ തന്നെ നിങ്ങൾ പുട്ട് എടുക്കരുത്. പുട്ട് ഈ കണ്ണയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ റവയും കൊണ്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം.